ബഹുമാനിയ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, വീണ്ടും ഒരു അധ്യാപക ദിനം കൂടി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. ആദരണീയനായ മുൻ രാഷ്ട്രപതിയും അധ്യാപക ശ്രേഷ്ഠനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ലോകമൊരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും അധ്യാപക ദിനങ്ങൾ നമ്മിലേക്ക് എത്തിയത്. നമ്മുടെ സ്കൂൾ ജീവിതത്തിന്റെ അവസാന 2 വർഷങ്ങളാണ് മഹാമാരി നമ്മിൽ നിന്നും കവർന്നെടുത്തത്. ഒരിക്കലും മടങ്ങിവരില്ലാത്ത കൗമാരക്കാലത്തെ ഈ സുദിനങ്ങൾ നമ്മുടെ പ്രിയ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഒപ്പം ചെലവഴിക്കാനാവാത്തത് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. എങ്കിലും നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അധ്യാപകർ നമുക്ക് വേണ്ടി അറിവ് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് കാണാതിരുന്നിട്ടും നമ്മുടെ പ്രതികരണങ്ങൾ യഥാസമയം ലഭിക്കാതിരുന്നിട്ടും അവർ അകലങ്ങളിൽ നിന്ന് നമുക്കായി പാഠങ്ങൾ ചൊല്ലിത്തരുന്നു. എത്ര തന്നെ ദൂരത്തിരുന്നാലും നമ്മുടെ അധ്യാപകരുടെ അദൃശ്യ സാന്നിധ്യവും അശരീരി വചനങ്ങളും നമ്മിലേക്ക് എന്നും അനുസൂത്വം പ്രവഹിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ ഏറ്റവും നിർണായക അടിത്തറ കെട്ടിയുയർത്തേണ്ട ഈ വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതെ അവർ പരമാവധി നമുക്കായി പ്രയത്നിക്കുന്നു. ഇന്ന് അവരുടെ ദിനമാണ്. നമ്മുടെ സ്നേഹവും കടപ്പാടും ഇന്ന് നമുക്ക് അവർക്കായി അവരുടെ തന്നെ ഭാഷയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സമർപ്പിക്കാം. ഗൂഗിൾ മീറ്റുകൾക്കും ടീച്ച് മൈൻഡുകൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും അപ്പുറം നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പ്രിയ അധ്യാപകർക്കായി ഞങ്ങളുടെ ഒരു എളിയ പരിശ്രമം. അകലെയാണെങ്കിലും അരികിലുണ്ട് ഞങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് വിദ്യാർത്ഥികൾ. അവർക്ക് എല്ലാ സപ്പോർട്ടും നൽകി നമ്മുടെയൊക്കെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സായി പ്രവർത്തിക്കുന്നവരാണ് അധ്യാപകർ. അവർക്ക് 1000 അധ്യാപക ദിനാശംസകൾ നേരുന്നു. ഈ അധ്യാപക ദിനത്തിൽ NSS ഒരുക്കുന്ന പ്രത്യേക പരിപാടികളിൽ ഭാഗമാവുകയാണ് ഞാനും. മാത്തമാറ്റിക്സിലെ ലീനിയർ ഇനീക്വാളിറ്റീസിലെ ഒരു ചെറിയ പോർഷൻ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്താണ് ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇങ്ങനത്തെ സിമ്പിൾ ഉപയോഗിക്കുന്ന ഇനീക്വാളിറ്റീസിനെയാണ് നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അവയ്ക്ക് ഒരു ഉത്തരം മാത്രമല്ല ഉണ്ടാവുക, ഒരുപാട് ഉത്തരങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു ലീനിയർ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ലീനിയർ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിലാദ്യം നമ്മൾ എക്സിന് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനെയും എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട്. ആദ്യം നമ്മൾ +7 എലിമിനേറ്റ് ചെയ്ത് കളയാം. +7 എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഒരു -7 കൊണ്ട് കൂട്ടിയാൽ മതി. അപ്പോൾ 3x +7 -7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 - 7. ഇത് മാത്തമാറ്റിക്സിൻ്റെ റൂളാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു അത് വലത്തെ സൈഡിലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്ന് 3 ക്യാൻസലായി പോയി, 7 ക്യാൻസലായി പോയി. അപ്പോൾ 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ 3നെയും എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 3x ഡിവൈഡഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ കിട്ടും. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. ഇങ്ങനെയാണ് ഒരു ലീനിയർ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുക. ഇതിൻ്റെ സ്ഥാനം നമ്പർ ലൈനിന് അടയാളപ്പെടുത്തുമ്പോൾ -1 0, -1നും ഉൾപ്പെടുന്നു, അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചാർട്ട് ലൈനിൽ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുക. Good morning all. Today in botany we are going to deal with the 5 kingdom classification. And the 5 kingdom classification was proposed by a scientist named R.H. Whittaker in 1969. And this 5 kingdom classification includes Monera, Protista, Fungi, Plantae and Animalia. And this 5 kingdom classification is based on cell structure, whether it is a prokaryotic cell or eukaryotic cell, thallus organization or body organization, whether it is unicellular or multicellular organisms. And third one, mode of nutrition, whether it follows a autotrophic or heterotrophic mode of reproduction. And reproduction, mode of reproduction, whether it follows sexual, asexual as well as vegetative reproduction. And at last, phylogenetic relationships. So let's move on to the zoology session now. So in zoology today we are going to study about the taxonomic aids. And the first taxonomic aid is herbarium.
So herbarium is the storehouse of collected plant specimens. And when coming to the preparation of these herbarium, the collected plant specimens are dried, pressed and preserved on herbarium sheets or A4 sheets. So these herbarium sheets also carry a label providing information about date and place of collection, English, botanical names and as well as local name. Okay? And herbarium sheets are arranged in the order of classification. And the largest herbarium in the world is the Herbarium of Royal Botanical Garden, Kew, England. Okay, so today we have gone through two chapters in botany as well as zoology. That is, first one we have studied about in botany the five kingdom classification and what are its characteristics for five kingdom classification. And in next we have in zoology we have studied about the taxonomic aid, and for first taxonomic aid is herbarium, and what is herbarium, how it is preserved, and which is the largest herbarium in the world. Thank you. നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ലോകമൊരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നാം ഇന്ന് അധ്യാപക ദിനം ആചരിക്കുന്നത്. അകലെയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാവും വിധം അധ്യാപകർ പാഠങ്ങൾ ചൊല്ലിത്തരുന്നു. അക്ഷരങ്ങളിൽ പിച്ചുവെച്ച് നടത്തിച്ച അറിവിൻ്റെ ലോകത്തേക്ക് എന്നെ വെളിച്ചം നൽകിയ, എന്നെ ഞാനാക്കിയ എല്ലാ അധ്യാപകർക്കും എൻ്റെ അധ്യാപക ദിന ആശംസകൾ. ഞാനിന്നിവിടെ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. നമ്മുടെ യൂണിവേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്. ഇവയെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, തേർഡ് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഫോർത്ത് വൺ ഈസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിലെ മാസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇവ തമ്മിലുണ്ടാവുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം, ഇവ തമ്മിലുണ്ടാകുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മുടെ ന്യൂക്ലിയസിലെ പ്രോട്ടോൺസ് ഉണ്ടാവാം, ന്യൂട്രോൺസ് ഉണ്ടാവാം. ഇവ ന്യൂക്ലിയസിൽ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു ഫോഴ്സിനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഈസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ പ്രോസസ്സിലെ ബീറ്റ ഗാമ പോലെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, second one electromagnetic force, third one strong nuclear force, and fourth one is weak nuclear force. Thank you. Hello, good morning everyone. How are you? Are you fine? Okay. Today we discuss about the influence of Kanti's mother. Kirti, you stand up and read the first paragraph. Okay. Then I explain the concept. Gandhi's mother, Puttalibai, was a deeply religious woman. ഗാന്ധിജിയുടെ അമ്മ പുത്തലിഭായ് ഇങ്ങനെയാണ്, വളരെ വിശ്വാസിയായിരുന്ന ഒരു ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. She frequently visited temples and took children with her. അപ്പം എപ്പോഴും അവരിങ്ങനെ അമ്പലങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പോഴെല്ലാം അവരുടെ കൂടെ തൻ്റെ കുട്ടികളെയും കൂടി കൊണ്ടുപോകുമായിരുന്നു. ഷീ ലീഡ് എ സിമ്പിൾ ലൈഫ്. അപ്പോൾ ഗാന്ധിജിയുടെ അമ്മ നയിച്ചിരുന്നത് വളരെ ലളിതമായ ഒരു ജീവിതമായിരുന്നു. ഗാന്ധി റൈറ്റ്സ് അബൌട്ട് ഹിസ് മദർ. എന്താണ് ഗാന്ധിജി തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ദി ഔട്ട്സ്റ്റാൻഡിങ് ഇംപ്രഷൻ. ഗാന്ധിക്ക് തൻ്റെ അമ്മയെ വളരെ മതിപ്പായിരുന്നു എന്നാണ് പറയുന്നത്. മൈ മദർ ഹാസ് ലെഫ്റ്റ് ഓൺ മൈ മെമ്മറി ഇസ് ദാറ്റ് ഓഫ് സെയിന്റ്നെസ്. തൻ്റെ അമ്മ തൻ്റെ ഓർമ്മയിൽ അവശേഷിപ്പിച്ചത് എന്താണെന്നാണ് പറയുന്നത്? വിശുദ്ധിയാണ് തൻ്റെ അമ്മ തൻ്റെ ഓർമ്മയിൽ അവശേഷിപ്പിച്ചത് എന്നാണ് ഗാന്ധി പറയുന്നത്. ഷി വുഡ് നോട്ട് തിങ്ക് ഓഫ് ടേക്കിംഗ് ഹെർ മീൽസ് വിത്തൗട്ട് ഹെർ ഡെയിലി പ്രേയേഴ്സ്. എന്നും പ്രാർത്ഥിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് അവര് പ്രതിജ്ഞ എടുത്തിരുന്നു. എന്നും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. This had a lasting influence over Gandhi's religious outlook.
ഇത് ഗാന്ധിജിയുടെ മതപരമായ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഗാന്ധിജിയുടെ അമ്മയുടെ ജീവിതം ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്, മതപരമായ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. Okay, now I end this class. So clear the doubts and try to answer the questions in the textbook. Okay, thank you. Hello my dear students. Hope you all are keeping fine at your home. I believe all of you have done your assignments. Let's start our class. Today we are going to discuss about what is communication and what are the barriers of communication. Communication is the process of creating, sharing ideas. ആശയവിനിമയം എന്താണ്? വിവരങ്ങളോ വിചാരങ്ങളോ മറ്റു വ്യക്തിയുമായി പങ്കുവയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ആശയവിനിമയം. That means transferring information one person to another. Then what are the barriers of communication? Lack of confidence, lack of interest, distraction, language barrier, lack of attention. Yes, lack of confidence, ആത്മവിശ്വാസക്കുറവ്. Language barrier, ഭാഷാ തടസ്സം. Lack of interest, താല്പര്യക്കുറവ്. Distraction, ശ്രദ്ധ തിരിഞ്ഞു പോവൽ. Lack of attention, ശ്രദ്ധാക്കുറവ്. These are the barriers of communication. What are the barriers of communication? Lack of interest, lack of attention, lack of confidence, language barrier, etc. I think everyone understands this. So let's wind up our class. Bye for now. Stay positive and stay safe. Thank you. മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഡാറ്റ, എന്താണ് ഡാറ്റ എന്നും ഇൻഫോർമേഷൻ എന്താണെന്നും ഡാറ്റ പ്രോസസ്സിങ്ങും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. അപ്പോൾ എന്താണ് ഡാറ്റ? വാട്ട് ഈസ് ഡാറ്റ? സെറ്റ് ഓഫ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗർ ഈസ് കോൾഡ് ഡാറ്റ. വസ്തുതകളെയും അക്കങ്ങളെയും കൂട്ടുന്നതാണ് ഡാറ്റ. അടുത്തത് ഇൻഫോർമേഷൻ. വാട്ട് ഈസ് ഇൻഫോർമേഷൻ? പ്രോസസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതിനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡാറ്റ പ്രോസസ്സിംഗ്. എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ഇൻറ്റു ഇൻഫോർമേഷൻ ഈസ് കോൾഡ് ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റയെ ഇൻഫോർമേഷനായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേജസ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്താണെന്ന് വെച്ചാൽ 6 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണുള്ളത്. capturing of data, input of data, storage of data, processing or manipulation of data, output of information and distribution of information. These are the 6 stages of information. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ, താങ്ക് യു. എന്നെടുക്കാൻ പോകുന്നത് എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നതിനെ കുറിച്ചാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് അറിയുന്നതിനേക്കാൾ മുമ്പ് എന്താണ് കമ്പനി എന്ന് അറിഞ്ഞിരിക്കണം. നിയമപരമായ നിലനിൽപ്പും നിരന്തരമായ പിന്തുടർച്ചയും പൊതുമുദ്രയുമുള്ള ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി. ഓഹരി ഉടമകളാണ് കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥർ. കമ്പനി രൂപീകരണം എന്നത് വളരെയധികം സമയമെടുക്കുന്നതും സങ്കീർണമേറിയതുമായ ഒരു പ്രക്രിയയാണ്. പ്രധാനമായും 4 ഘട്ടങ്ങളാണ് കമ്പനി രൂപീകരണത്തിനായിട്ടുള്ളത്. ആദ്യത്തേതാണ് പ്രാരംഭ പ്രവർത്തനം, രൂപീകരണം, മൂലധനം സ്വരൂപിക്കൽ, ബിസിനസ് ആരംഭിക്കൽ. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരു കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടാണ്, കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ്. കമ്പ്യൂട്ടറിന് മെയിനായിട്ട് 4 അഡ്വാൻറ്റേജസ് ആണുള്ളത്. സ്പീഡ്, അക്യൂറസി, ഡിലിജൻസ് ആൻഡ് ഹൈ മെമ്മറി. വേഗം, കൃത്യത, സ്ഥിരോത്സാഹം, ഉയർന്ന മെമ്മറി. ആദ്യം എന്താണ് സ്പീഡ് എന്ന് നോക്കാം. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ഓർ ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. സെക്കൻഡുകൾക്കുള്ളിൽ ഒരു കമ്പ്യൂട്ടറിന് മില്യൺ കണക്കിന് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജസ്, സ്പീഡ്. അടുത്തത് അക്യൂറസി. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് എ വെരി ഹൈ ഡിഗ്രി ഓഫ് അക്യൂറസി. ഒരു കമ്പ്യൂട്ടറിന് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉയർന്ന കൃത്യതയോട് കൂടിയിട്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അതാണ് കമ്പ്യൂട്ടറിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജസ്. അടുത്തത് ഡിലിജൻസ്.
Since computer is a machine, it can operate for long hours untiringly. കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്. അതുകൊണ്ട് തന്നെ ആ മെഷീന് ക്ഷീണമൊന്നുമില്ലാതെ സ്ഥിരോത്സാഹത്തോടു കൂടി ഒരുപാട് നേരം വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഹൈ മെമ്മറി. കമ്പ്യൂട്ടർ ഹാസ് ഇനർമസ് മെമ്മറി കപ്പാസിറ്റി. കമ്പ്യൂട്ടറിന് ഉയർന്ന മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് മെമ്മറി ഫോർ പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് വലിയ വോളിയം ഓഫ് ഡാറ്റകളും നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റാണ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിലെ പോവർട്ടി എന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. വാട്ട് ഈസ് പോവർട്ടി? Every human being needs some minimum items like food, education, clothing, housing and health in life. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജീവിക്കാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് ഭക്ഷണം, വിദ്യാഭ്യാസം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ ജീവിക്കാനുള്ള ആരോഗ്യം. പോവർട്ടി എന്ന് പറഞ്ഞാൽ പോവർട്ടി ഈസ് ദി ഇൻഎബിലിറ്റി ടു സെക്യൂർ ദീസ്. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ നേടാൻ സാധിക്കാത്ത അവസ്ഥയാണ് പോവർട്ടി എന്ന് പറയുന്നത്. പോവർട്ടി ഈസ് കം ഫ്രം ഇൻകം ഓർ അസറ്റ്. അതായത് നമ്മളുടെ കയ്യിലുള്ള കുറഞ്ഞ വരുമാനവും അസറ്റുമാണ് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നത്. Hello everyone, what a pleasant day it is. I hope all of you are very fine. I'm here to discuss a little bit about generations of computer. There are basically 5 generations. First generation computers. Here they use large vacuum tubes and it consisted a complete tube. And they were so bulky, they emitted large amount of heat. So air conditioner was must in that room. ENIAC was the first programmer computer that belonged in this generation. Second generation computers. Here the vacuum tubes were replaced to transistors. They were less expensive. They were had more speed compared to vacuum tubes, and they were less in smaller size too. The first programming language was also belonged in this generation. So now it is third generation computers. They were less smaller compared to those transistors because in this generation they used integrated circuits. They drastically reduced the size, increased and used less speed. And then fourth generation computers of today belongs to this generation. They use microprocessors, which is a single chip with a large scale of integration. Then fifth generation computers. It is based on artificial intelligence, which is ability to copy human intelligence. Some applications like face and speech recognition, robotic vision and movement are available. ഞാനിവിടെ പറയാൻ പോകുന്നത് ഗ്ലോബൽ വാർമിംഗ് കുറിച്ചിട്ടാണ്. വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ എബോവ് ദ നോർമൽ 0.3%, it absorbs more infrared radiation from the solar energy and hence the temperature of Earth's atmosphere increases. This is known as greenhouse effect. It is result in global warming. The gases responsible for greenhouse effect are called greenhouse gases. They are CO2, methane, water vapor, chlorofluorocarbons, nitrous oxide and ozone. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ സൂര്യ വെളിച്ചത്തിന് ഇൻഫ്രാറെഡ് റേഡിയേഷനെ വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ചൂട് കൂടും. ഇതിനാണ് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന്. ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തടയാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെത്തേഡ് ടു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഫ്രം ദ ഫോളോയിങ് മെത്തേഡ്സ്. എ. Reduce the burning fossil fuels by minimizing to use the automobiles. B. Plant trees and encourages deforestation. C. Avoid burning to dry leaves, wood, etc. D. Aware the public about the bad effect of global warming. Reduce the burning of fossil fuels. നമ്മുടെ വണ്ടി ഉപയോഗം പരമാവധി കുറയ്ക്കുക. വണ്ടിയിൽ നിന്ന് പുക വരുന്നേക്ക് നമ്മൾ വണ്ടിയിൽ ഉപയോഗം കുറയ്ക്കുക. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക. മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം. Today we will discuss about the topic meaning of accounting, definition of accounting and qualitative characteristics of accounting. Let us start the portion. According to AICPA,
Accounting can be defined as the art of recording, classifying, and summarizing in a significant manner and in terms of money, transactions, and events which are in part at least of financial character and interpreting the result of thereof. അക്കൗണ്ടിങ്ങിൻ്റെ നിർവചനം എന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിങ്ങിനെ നിർവചിച്ചിരിക്കുന്നത് സാമ്പത്തിക സ്വഭാവത്തിലുള്ള ഇടപാടുകളും സംഭവങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുകയും വർഗീകരിക്കുകയും ഉചിതമായ രീതിയിൽ സംഗ്രഹിക്കുകയും അന്തിമഫലം ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കലയാണ് അക്കൗണ്ടിംഗ് എന്നാണ്. Meaning of accounting is the process of recording and summarizing the financial information in a useful manner. അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥം സാമ്പത്തിക വിവരങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ രേഖപ്പെടുത്തുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അക്കൗണ്ടിംഗ് എന്നാണ്. Qualitative characteristics of accounting information: relevance, reliability, understandability, and comparability. പ്രസക്തി, വിശ്വസ്തത, മനസ്സിലാക്കാൻ കഴിയുന്നത്, താരതമ്യം ചെയ്യാൻ കഴിയുന്നത്. Anyone have any doubt? If so, ask me. Thank you. Hi friends, I am Anshifa AM. Today I am taking your English class. Hope all of you find that in the story, Liam of Laherty was written the story. In the story has 4 characters: the young seeker, father, mother, their brothers, and their sister. In the story, the young seeker was alone on his lodge. His 2 brothers and his sisters had already flown away the day before. He had been afraid to fly with them. In the story, the young seeker was afraid to fly because his afraid was threatened him to fly. In this story, the young brother and sisters will fly, but he could not fly. He said that he can't do it. In this story, the moral is we don't say we can't do it, we can do it. That. Hi friends, I am Amrita, here to present your English class. Hope all are fine and enjoy it. He stepped slowly out of the brink of the ledge and standing on one leg with the other leg hidden under his wing. He closed one eye, then the other, and pretended by sleeping asleep. Still, they took no notice to him. He saw his 2 brothers and his sisters lying on the plateau dozing, with their heads sunk into their necks. His father was pretending the feathers on his white black, only his mother was looking at him. Thank you. നമുക്ക് കബീർ ദാസിന്റെ ദോഹ ഡിസ്കസ് ചെയ്യാം. बुरा जो देखन में चला बुरा ना मिला कोई, जो दिल को जो अपना मुझसे बुरा ना कोई. ഇതിന് ഹിന്ദി അർത്ഥം എന്ന് പറയുന്നത് കബീർ ദാസ് कहता है जब मैं संसार में बुराई खोजने चला तो मुझे कोई बुरा ना मिला. ഞാൻ കബീർ ദാസ് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് വേൾഡിൽ തെറ്റുകളും ഇതൊക്കെ ഉണ്ടോ നോക്കാൻ സെർച്ച് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഒരാളുടെ ഉള്ളിൽ പോലും തെറ്റൊന്നും കണ്ടില്ല. जब मैंने अपने मन में जाकर देखा तो पाया कि मुझसे बुरा ना कोई. പക്ഷെ അത് തന്നെ ഞാൻ എൻ്റെ മനസ്സിലെത്തി നോക്കിയപ്പോൾ എന്നേക്കാൾ പൊട്ടയായിട്ട് ഒരാളില്ലാന്ന് എനിക്ക് മനസ്സിലായി. ധന്യവാദം. നമസ്കാരം എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഞാൻ ഇന്ന് മലയാളം ലാംഗ്വേജിലെ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമായ വൃന്ദ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന അത്രയ്ക്കും ആവശ്യമായിരുന്നു. അവരുടെ ചെറുമകനായ ശ്രീജിത്ത് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി വൃദ്ധയെ കാണാൻ താല്പര്യത്തോടെ അല്ലെങ്കിലും അവരുടെ മുറിയിലെത്തുന്നു. പെൺകുട്ടിയോട് വൃദ്ധ പങ്കുവയ്ക്കുന്ന ഓർമ്മകളിലൂടെ അവരുടെ 9 വയസ്സ് മുതലുള്ള ജീവിതം വെളിപ്പെടുത്തുന്നു. പഠിപ്പും പ്രതിഭവും സ്വാതന്ത്ര്യബോധവുമുള്ള വൃദ്ധയോട് പെൺകുട്ടിക്ക് മതിപ്പും ആദരവും തോന്നി. അവർ പറഞ്ഞ ജീവിതാനുഭവങ്ങൾ അവരുടേത് മാത്രമല്ല തൻ്റേത് മാത്രമാണെന്നും അത് ഏത് പെണ്ണിൻ്റെയും ജീവിതാനുഭവമാണെന്നും പെൺകുട്ടി തിരിച്ചറിയുന്നു. എല്ലാ തലമുറയിലെയും പെണ്ണ് സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ തലമുറയിലെയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാണാച്ചങ്ങലയാണ് ജീവിതാനുഭവങ്ങളുടെ സമാനതകൾ. ആണാധികാരം പെൺജീവിതത്തിന് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ബോധ്യത്തോടെ നീല കണ്ണാടിക്കു മുന്നിൽ നിന്ന് തന്നെ തിരയുന്ന പെൺകുട്ടിയിൽ കഥ അവസാനിക്കുന്നു.